ഹായ്, ഇന്ന് ഞാനവിടെ പറയാൻ പോകുന്നത് ഇതുപോലത്തെ മാത്തമാറ്റിക്സ് എക്സ്പ്രഷൻസ് ജാവയിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ജാവ എക്സ്പ്രഷൻ, റൈറ്റ് ദ ജാവ എക്സ്പ്രഷൻ ഫോർ ദ ഫോളോയിങ് √3x² + x²/a+b. ജാവയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്, ജാവ മാത്ത് ക്ലാസ് എന്ന് പറയും. ജാവ മാത്ത് ക്ലാസ് ഇസ് എ പാർട്ട് ഓഫ് ജാവ ലാംഗ്വേജ് പാക്കേജ്. ഒരു java.lang പാക്കേജ് ഉണ്ട്. അതിനകത്തെ ഒരു ക്ലാസ്സാണ് java.lang.math. അപ്പോൾ മാത്ത് എന്ന് പറഞ്ഞ ക്ലാസ് ഡോട്ട് വിളിച്ചാൽ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് കിട്ടും. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പം സ്ക്വയർ റൂട്ട് ഉണ്ട്, പവർ ഉണ്ട്, റാൻഡം ഉണ്ട്, അബ്സല്യൂട്ട് വാല്യൂ എടുക്കാൻ പറ്റും, മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, അങ്ങനെ ഒരുപാട് ഫങ്ഷനാലിറ്റീസ്. പിന്നെ നമ്മുടെ സൈൻ വാല്യൂ, സൈന്, കോസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ആണ് മാത്ത് ക്ലാസ്. മാത്ത് ഡോട്ട് വിളിച്ചാൽ നമുക്ക് ആൻസർ ഇതിനകത്തുള്ള ഫങ്ഷൻസും അതിൻ്റെ എന്തൊക്കെ പാരാമീറ്റേഴ്സ് കൊടുക്കണം എന്നും പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം, √3x + x²/a+b എന്ന് ചോദിച്ചാൽ മാത്ത് ഡോട്ട് ആദ്യം എഴുതേണ്ടത് ഇങ്ങനെയാണ്: മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ടിനൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ് ജാവയിൽ. സോ മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് 3x എന്ന് പറയുമ്പം 3 സ്റ്റാറിലെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ കാണിക്കുന്ന കീബോർഡ് ഫംഗ്ഷൻ. സോ 3*x പ്ലസ് വീണ്ടും ഇവിടെ എന്തോ പറ്റി, ഇവിടെ x² ആണ്, അതായത് x⁴. സോ POW എന്ന് പറഞ്ഞിട്ടൊരു മാത്ത് ക്ലാസ് ഫംഗ്ഷൻ ഉണ്ട്. പൗവിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? x,2 എന്ന് വെച്ചാൽ x⁴. സോ പൗ ഓഫ് x,2 എന്ന് പറഞ്ഞാൽ x² എന്നർത്ഥം. പൗ എഴുതിയിട്ട് പൗ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുക. അതിനകത്ത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യേണ്ടത് ആദ്യം എക്സിൻ്റെ പവർ എത്രയാണോ അതാണ് സെക്കൻഡ് പാരാമീറ്റർ. അത് ക്ലോസ് ചെയ്തു. നമുക്ക് വേണ്ടത് ആദ്യത്തെ ഇത് √3x + x² നമ്മൾ എഴുതി 3x പ്ലസ് മാത്ത് ഡോട്ട് പവർ x,2 അത് ക്ലോസ് ചെയ്തിട്ട് ബൈയൊക്കെ നമുക്ക് കീബോർഡ് ഫങ്ഷൻസ് തന്നെയാണ്. ബൈ ഇട്ടിട്ട് താഴെ എന്താ a+b അതുപോലെ എഴുതും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. Java Math class has many methods that allows you to perform mathematical operations. Square root of x എന്ന് പറഞ്ഞാൽ square root of x എന്താ റിട്ടേൺ ചെയ്യുന്നത്? റിട്ടേൺസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. റിട്ടേൺ ടൈപ്പ് എപ്പോഴും ഡബിൾ ആയിരിക്കും. പവർ ഓഫ് xy എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ദ വാല്യൂ ഓഫ് x⁴. ഇപ്പം പവർ ഓഫ് x,3 എന്ന് പറഞ്ഞാൽ x³ ആണ്. പവർ ഓഫ് x,5 എന്ന് പറഞ്ഞാൽ x⁵ ആണ്. പവർ ഓഫ് z,10 എന്ന് പറഞ്ഞാൽ z⁻10 എന്നാണ് അർത്ഥം. അതിൻ്റെയും റിട്ടേൺ ടൈപ്പ് ഡബിളാണ്. ഏകദേശം എല്ലാ മാത്ത് ക്ലാസ് ഫംഗ്ഷൻ്റെയും റിട്ടേൺ ടൈപ്പ് ഡബിളാണ്, ഓർമ്മ വേണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ √10 എന്ന് വെച്ചാൽ √10ൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് SQRT ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ 10. √3x എന്ന് പറയുമ്പം സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുക, 3*x ഉപയോഗിക്കുക. x² എന്ന് പറയുമ്പോൾ പവർ ഓഫ് x,2 x². y⁴ സിമിലറായിട്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ √4x + 4y⁴ എങ്ങനെ എഴുതും? സ്ക്വയർ റൂട്ട് മാത്ത് ഡോട്ട് SQRT. സ്ക്വയർ റൂട്ടിനകത്ത് അതൊരു കോമൺ ഫംഗ്ഷനാണ്, അതൊരു ഫുൾ ഫംഗ്ഷനാണ് SQRT. അതിന് 4x പ്ലസ് പവർ ഓഫ് y,4. എന്നിട്ട് അതൊരു ഫുൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ SQRTയുടെ ബ്രാക്കറ്റ് ഇവിടെ ലാസ്റ്റ് ക്ലോസ് ചെയ്യാവും. കാരണം ദ ഹോൾ റൂട്ട് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഈ മുഴുവൻ എക്സ്പ്രഷനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂട്ടാണ്. ഓക്കെ, അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ കോഡ് സ്നിപ്പറ്റ്. പബ്ലിക് ക്ലാസ് മെയിൻ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ്. അതിനകത്ത് എന്തോ കൊടുത്തിരിക്കുന്നത്? പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് system.out.println math.sqrt 100. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു മാത്ത് ക്ലാസ്സാണ്. മാത്സ് ക്ലാസ്സിൽ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷനിൽ പാരാമീറ്റർ പാസ് ചെയ്തിരിക്കുന്നത് 100 ആണ്. അതിൻ്റെ അർത്ഥം 100 എന്ന് പറഞ്ഞ സ്ക്വയർ റൂട്ട് എടുക്കണം എന്നാണ്. സോ ആൻസർ ഔട്ട്പുട്ട് വിൽ ബി 10. Square root of 100 is 10. Root of square root of 100 that is 10. Math class includes method, square root, power, seal, round, random, absolute, maximum, minimum, etc. functions available ആണ്. അപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ്. 5/10 + x⁵5 + 4/bx³. ഇതെങ്ങനെ എഴുതും? ഇതതുപോലെ തന്നെ 5.0. എന്തുകൊണ്ടാണ് .0 വന്നതെന്നറിയോ? ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, അതായത് മാത്ത് ഡോട്ട്
വാട്ട് എവർ ഫംഗ്ഷൻ വിൽ ബി റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഡബിളാണ്. ഡബിൾ ആയതുകൊണ്ട് നമ്മൾ 5 എന്ന് എഴുതി കൊടുത്താലും നമ്മുടെ കമ്പൈലർ എടുക്കുന്ന 5.0 എന്നായിരിക്കും. 5.0 ബൈ 10.0 പ്ലസ് അതുപോലെ എഴുതും. എക്സ് റൈസ് ടു 5 ആണ്. സോ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കണം. മാത്ത് ഡോട്ട് പവർ എക്സ് ടു ദ പവർ ഓഫ് 5 പവർ എക്സ് കോമ 5 പ്ലസ് ഇട്ടു, പ്ലസ് അതുപോലെ ഇട്ടു, 4 അതുപോലെ 4.0 എന്ന് എഴുതും. ഡബിൾ വാല്യൂ ആയിട്ട് എഴുതും. ബൈ ഇട്ടു, ബി ഇട്ടു, ബി ഇൻറ്റു എക്സ് ക്യൂബാണ്. സോ ഇൻറ്റുവിന് പകരം ഇവിടെ സ്റ്റാറാണ് നമുക്ക് കീബോർഡ് ഫംഗ്ഷൻ അവൈലബിൾ. സ്റ്റാർ ഡോട്ട് ഇതെന്താ എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ മാത്ത് ഡോട്ട് പൗ എക്സ് കോമ 3 ഇത്രേ ഉള്ളൂ. ഇതാണെങ്കിലോ എ എക്സ് റൈസ് ടു 5 പ്ലസ് ബി എക്സ് ക്യൂബ് പ്ലസ് ഇതൊരു ബൈനോമിയൽ ഫംഗ്ഷൻ അല്ല, ഒരു എന്താണ് മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. സോ എ ഇൻറ്റു എക്സ് റൈസ് ടു 5 എന്ന് പറയുമ്പോൾ മാത്ത് ഫംഗ്ഷൻ വിളിക്കുന്നു. ഡോട്ട് പവർ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് മാത്ത് ക്ലാസ്സിൻ്റെ പവർ ഫംഗ്ഷൻ. എക്സ് കോമ 5 എന്ന് വെച്ചാൽ എക്സ് ഇസ് റൈസ് ടു ദ പവർ ഓഫ് 5 എന്നാണ് മീനിങ്. പ്ലസ് ഇട്ടു, ബി ഇൻറ്റു ഒന്നും ഇടാൻ മറക്കരുത്. നമ്മൾ പെട്ടെന്ന് എഴുതുന്ന കൂട്ടത്തിൽ ബി മാത്സ് എന്ന് എഴുതരുത്. ബി ഇൻറ്റു തന്നെ എഴുതണം. അതൊരു ഓപ്പറേറ്ററാണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ്. മാത്ത് ഡോട്ട് പവർ എക്സ് കോമ 3 പ്ലസ് സി. സെയിം ആസ് ഹോൾ സ്ക്വയർ റൂട്ടാണ്. ആദ്യം സ്ക്വയർ റൂട്ട് ഇട്ടിട്ട് ആ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രാക്കറ്റ് ലാസ്റ്റ് ഇതിൻ്റെ അത്രയും മാത്തമാറ്റിക്കൽ ഇക്വേഷൻ താണ്ടോ. പവർ ഓഫ് എ കോമ 2 പവർ ഓഫ് ബി കോമ 2 പവർ ഓഫ് സി കോമ 2 എഴുതി കഴിഞ്ഞ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഉണ്ടാവും. അതാണ് ഹോൾ ബ്രാക്കറ്റ് പ്രത്യേകത. ഇവിടെ ടി വന്നുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും എഴുതണം ഡബിൾ ടി എന്ന് എഴുതണം. കാരണം ടി എന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഇസ് റിട്ടേണിങ് എ ഡബിൾ വാല്യൂ ഫോർ ഷുവർ. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എക്സ് ഈസ് ഈക്വൽ ടു, അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു നമ്മുടെ എക്സ്പൊണൻഷ്യലിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ജാവ എക്സ്പ്രഷനിൽ ഇ റൈസ് ടു ഇതെന്താണെന്ന് അറിയാം. നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്ന രണ്ട് ഫംഗ്ഷനാണ്. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്ന രണ്ട് ഫോർമുലയാണ്. അതായത് ഇങ്ങനെ ഇടും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് -3? ദാറ്റ് ഈസ് വി ഹാവ് ടു ടേക്ക് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -3യുടെ അബ്സല്യൂട്ട് വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് 3 ആണ്. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഈ അബ്സല്യൂട്ട് വാല്യൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ എക്സ് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ എക്സ് റിട്ടേൺ ചെയ്യുന്ന ഡബിൾ എഴുതിയേ പറ്റുള്ളൂ എക്സ്പ്രഷൻ എഴുതുമ്പം. എക്സ് തന്നിട്ടില്ലെങ്കിൽ നേരെ എക്സ്പ്രഷനിലോട്ട് കടന്നാൽ മതി. എക്സ് തന്നിരിക്കുന്നതുകൊണ്ട് ഡബിളാണ് റിട്ടേൺ ചെയ്യുന്നത്. ഏതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും ജാവ എക്സ്പ്രഷൻ, ഓൾമോസ്റ്റ് ഓൾ മാത്തമാറ്റിക്കൽ ജാവ എക്സ്പ്രഷൻ റിട്ടേൺസ് വാല്യൂ ഡബിൾ. അതുകൊണ്ട് ഡബിൾ എക്സ് ഇസ് ഈക്വൽ ടു മാത്ത് ഡോട്ട് എക്സ്പൊണൻഷ്യൽ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇ എക്സ് പി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഡോട്ട് വിളിച്ചാൽ ഇ എക്സ് പി കിട്ടും. അതിനകത്ത് വീണ്ടും ഈ അബ്സല്യൂട്ട് വാല്യൂ എടുക്കാൻ വേണ്ടി വീണ്ടും മാത്ത് ഡോട്ട് കൊടുക്കണം. മാത്ത് ഡോട്ട് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഡോട്ട് അബ്സ് എ ബി എസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എന്തിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നത്? 2 ഇൻറ്റു എക്സ്. കണ്ടോ, 2 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം മാത്ത് അബ്സല്യൂട്ട് വാല്യൂ 2x അതിനെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ദ ഹോൾ ഈ എക്സ്പൊണൻഷ്യൽ ഈസ് കോമൺ ടു ഇത്രയും. സോ അതിന് ഹോൾ വാല്യൂ ക്ലോസ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, സെമിക്കോളൻ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാൽ എക്സ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് ഓഫ് എ പ്ലസ് അബ്സല്യൂട്ട് ഓഫ് ബി പ്ലസ് ഹാഫ് സൈൻ എ. അപ്പോൾ സൈൻ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അബ്സല്യൂട്ട് എക്ക് എന്താ കൊടുക്കേണ്ടത്? എ ബി എസ്. എക്സ് തന്നിരിക്കുന്നതുകൊണ്ട് എന്താ കൊടുക്കേണ്ടത്? ഡബിൾ റിട്ടേൺ ചെയ്യുന്ന എക്സ് എഴുതിയേ പറ്റുള്ളൂ. എക്സ് വാല്യൂ വേരിയബിൾ വിച്ച് റിട്ടേൺസ് വാല്യൂ ഡബിൾ വാല്യൂ റിട്ടേൺ. നമുക്ക് കിട്ടുന്ന ആൻസർ പോയിൻ്റ് ഉള്ളതാവാം. സോ അതുകൊണ്ട് ഡബിൾ എക്സ് ഇസ് ഈക്വൽ ടു മാത്ത് ഡോട്ട് അബ്സ് വിളിച്ച എയുടെ അബ്സല്യൂട്ട് വാല്യൂ കിട്ടും. മാത്ത് ഡോട്ട് ബി വിളിച്ച അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി കിട്ടും. പ്ലസ് അടുത്ത 1/2 എങ്ങനെ എഴുതും? 1.0 സിൻസ് ഇറ്റ് ഇസ് ഡബിൾ ബൈ 2.0. ഈ ബൈ എഴുതരുത്, നമ്മൾ മറന്നു പോവും. ഈ ബൈ എഴുതാം. ഇതാണ് നമ്മുടെ കീബോർഡിലെ ബൈ, ഡിവിഷൻ ഓപ്പറേറ്റർ. 1.0 ഡിവൈഡഡ് ബൈ 2.0 ഇൻറ്റു അത് ബ്രാക്കറ്റ് കൊടുക്കണം, കാരണം ഇറ്റ് ഇസ് എ കോമൺ തിങ്. ഇൻറ്റു മാത്ത് ഡോട്ട് സൈൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്. സൈൻ തന്നെയാണ്. സൈൻ ഓഫ് എ എന്ന് വരയ്ക്കുമ്പോൾ സൈൻ വാല്യൂ കിട്ടും. സോ ഇതാണ് അടുത്ത എക്സാമ്പിൾ. ത്രൂ വേറൊരു എക്സാമ്പിൾ ഞാൻ വെറുതെ കൊടുത്തിരിക്കുക. എ ക്യൂ പ്ലസ് ബി ക്യൂ ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതിൻ്റെ ഹോൾ അബ്സല്യൂട്ട്. ഇതൊന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്, ഞാൻ റിപ്ലൈ ചെയ്യും ഉറപ്പായിട്ടും.